പോസ്റ്റർ വിവാദത്തിൽ വലയുകയാണ് ജെ.ഡി.എസ്. ബംഗളൂരു റൂറലിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എൽ.ഡി.എഫ് മന്ത്രിയും എം.എൽ.എയും ഡോക്ടർ എൻ മഞ്ജുനാഥിന്റെ പ്രചാരണ ബോർഡിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രമുള്ളത്. ഇത് വലിയ വിവാദമാകുന്നു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അനൂപ്, ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് പോവുകയാണ് ഒരു പോസ്റ്റർ. എങ്ങനെ ഈ പോസ്റ്ററിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് ജെ.ഡി.എസിന്റെ വിശദീകരണം. എന്താണ്, എവിടെയാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്? കഴിഞ്ഞ വ്യാഴാഴ്ച ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പോസ്റ്റർ വരുന്നത്. ബംഗളൂരു റൂറൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന നേതാവാണ് സി എൻ മഞ്ജുനാഥ്. എന്ന് പറയുന്നത് ദേവഗൌഡയുടെ മരുമകനാണ്. അദ്ദേഹം അടുത്തിടെയാണ് ബി.ജെ.പിയിൽ ചേർന്നത്. അവിടെ മത്സരിക്കുന്ന മഞ്ജുനാഥിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ജനതാദളിന്റെ സേവാദൾ വിഭാഗത്തിന്റെ നേതാവായ ബസവരാജ് ഒരു പോസ്റ്റർ സ്വമേധയാ ഒരു പോസ്റ്റർ പതിക്കുകയാണ്. ആ ബസവരാജ് പതിച്ച പോസ്റ്ററിലാണ് ബി.ജെ.പി നേതാക്കളുടെയും ഈ മഞ്ജുനാഥിന്റെയും എല്ലാം ചിത്രത്തിന്റെ കൂടെ കേരളത്തിലെ ജെ.ഡി.എസ് നേതാക്കളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെയും ഒപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയുടെയും ചിത്രങ്ങൾ അതിൽ ഉപയോഗിച്ചത്. ഈ ചിത്രം വ്യാപകമായി ഈ ബംഗളൂരു റൂറലിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഉപയോഗിച്ചു. എന്നാൽ ഈ സ്വീകരണ പരിപാടിയിൽ ഒരിടത്തും, പ്രത്യേകിച്ച് വേദിയിലോ അതല്ലെങ്കിൽ സമീപത്തോ ഒന്നും ഈ കേരളത്തിലെ ജെ.ഡി.എസ് നേതാക്കളുടെ ചിത്രം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ചിത്രം വന്നതിന് ശേഷം വ്യാപകമായി അത് സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ജെ.ഡി.എസ് കർണാടകയിൽ എൻ.ഡി.എയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ രംഗത്ത് വന്ന കേരള ഘടകത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചാണ് ഈ ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയിൽ ജെ.ഡി.എസിന്റെ സേവാദൾ വിഭാഗത്തിന്റെ നേതാവ് ഇങ്ങനെ ഒരു ചിത്രം ഉപയോഗിച്ച് കണ്ടത്. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദം പുകയുകയാണ്. വെറും ഒരു പോസ്റ്റർ മാത്രമാണ്. കേരളത്തിലെ ജെ.ഡി.എസ് ഘടകം എങ്ങനെ എൽ.ഡി.എഫിനൊപ്പം നിൽക്കും, ഇടതുമുന്നണിക്കൊപ്പം നിൽക്കും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ നിലവിൽ തന്നെ യു.ഡി.എഫ് ഒക്കെ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇവിടെ നരേന്ദ്രമോദിക്കെതിരെയും എൻ.ഡി.എക്കെതിരെയും ഒക്കെ മുദ്രാവാക്യം ഉയർത്തുന്ന ആളുകളുടെ ചിത്രമാണ് ഇങ്ങനെ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്ത് വിശദീകരണത്തിലേക്ക് കടക്കും, മറ്റു നടപടികളിലേക്കോ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു തുടർ നീക്കങ്ങൾ, എങ്ങനെയാകും അനുഭവം, ഒരു ചലനങ്ങളൊക്കെ, രാഷ്ട്രീയ ചലനങ്ങൾ ഉൾപ്പെടെ? അല്ല, ഈ കർണാടകയിൽ ഈ പോസ്റ്റർ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമോ ദോഷമോ ഒന്നും അവിടുത്തെ നേതാക്കൾക്കില്ല. എന്നാൽ ഈ പോസ്റ്റർ ഉറപ്പായും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്ഷയ് തന്നെ പറഞ്ഞ പോലെ കർണാടകയിൽ അതല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് മറ്റെല്ലാ സ്ഥലത്തും ബി.ജെ.പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി കേരളത്തിൽ ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലൊക്കെ നിരന്തരം പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് മന്ത്രിയെ പുറത്താക്കുന്നില്ല, എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ പിണറായി വിജയൻ തയ്യാറാവുന്നില്ല? CPM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള അന്തർധാര നേരത്തെ തന്നെ ഉണ്ട്, അതിപ്പോൾ സജീവമായിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടലാണ് കർണാടകയിലുള്ള ഈ പരസ്പരമുള്ള സഹകരണം, കർണാടകയിലുള്ള സഹകരണം കേരളത്തിലേക്ക് വന്നിരിക്കുന്നു എന്നെല്ലാം കെ.സി. വേണുഗോപാലും കോൺഗ്രസ് നേതാക്കളും നേരത്തെ പറഞ്ഞതാണ്. ഈ പോസ്റ്റർ കൂടി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് യു.ഡി.എഫ് ഉപയോഗിക്കുമ്പോൾ അത് ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ അത് CPM-ന് പോകുന്നത് ഇല്ലാതാക്കാനുള്ള ശ്രമമായിരിക്കും വലതുപക്ഷത്തിന്, പ്രത്യേകിച്ച് യു.ഡി.എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ എന്ത് മറുപടി CPM പറയും അല്ലെങ്കിൽ ഇടതുപക്ഷമാകെ പറയും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു പോസ്റ്റർ കർണാടകയിൽ യാതൊരു രാഷ്ട്രീയ ചലനവും ഉണ്ടാക്കില്ല. എന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ ചലനങ്ങൾക്ക്, വോട്ട് മാറ്റങ്ങൾക്കെല്ലാം കെൽപ്പുള്ള പോസ്റ്ററാണിത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, അനൂപ് തുടരുക. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ കർണാടകയിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളതെങ്കിൽ പോലും ഈ പോസ്റ്ററിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക്, രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കാൻ പോകുന്നത് അത് കേരളത്തിൽ തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല.